ചരിത്രത്തിന്റെ ട്രാക്കിൽ കാലം ചൂളം വിളിച്ചെത്തുന്ന ഒരിടമുണ്ട് മദീനയിൽ. തുർക്കിയിലെ ഇസ്തംബൂളുമായി മദീനയെ ബന്ധിപ്പിച്ചിരുന്ന ഹിജാസ് റെയിലിന്റെ ശേഷിപ്പുകൾ. മസ്ജിദ് നബവിയിൽ നിന്ന് 3 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി ഒട്ടോമൻ വാസ്തുശില്പകലയുടെ ചാരുതയോടെ നിലകൊള്ളുന്ന അൻബരിയ മസ്ജിദിനരികിലെ ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ മദീന സന്ദർശകരെ ആകർഷിക്കുന്ന മറ്റൊരു ചരിത്ര കൗതുകമാണ്. 1-ാം ലോക മഹായുദ്ധകാലത്ത് നാമാവശേഷമായ ഈ റെയിൽ പദ്ധതിക്ക് ഒരു മലയാളി ബന്ധം കൂടി ഉണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത. 4 രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന 2241 കിലോമീറ്റർ റെയിൽപാത 1898 നിർമ്മാണം തുടങ്ങി 10 വർഷം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയതെന്ന് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇസ്തംബൂളിൽ നിന്നും തുടങ്ങി സിറിയയും ജോർദാനും കടന്നാണ് ഹിജാസ് റെയിൽ മദീനയിലെത്തിയിരുന്നത്. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുപരിയായി മക്ക മദീന തീർത്ഥാടനത്തിനു വേണ്ടിയാണ് ഈ പാത പ്രധാനമായും അന്ന് ഉപയോഗിച്ചിരുന്നത്. ജർമ്മൻ എഞ്ചിനീയർമാരുടെ സാങ്കേതിക വിദ്യയും ബെൽജിയത്തിന്റെ ഉരുക്കും തുർക്കികളുടെ കായികശേഷിയും ഒന്നു ചേർന്നപ്പോൾ യാഥാർത്ഥ്യമായ ഹിജാസ് റെയിൽവേ 20-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും വലിയ വഖഫ് സ്വത്ത് കൂടിയായിരുന്നു. ഒട്ടോമൻ ഭരണകാലത്ത് തുർക്കി ഖലീഫ അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച ഈ പൗരാണിക റെയിൽവേ 12 വർഷം പ്രവർത്തിച്ചു. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം 1920-ൽ പൂർണ്ണമായി തകർക്കപ്പെട്ടു. ഹിജാസ് റെയിലിന് കേരളവുമായും ഒരു ബന്ധമുണ്ട്. മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ശക്തി പകർന്ന നേതാവും മമ്പുറം തങ്ങളുടെ മകനുമായ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളായിരുന്നു ഈ പദ്ധതിയുടെ മുഖ്യ സൂത്രധാരൻ. 1852-ൽ നാട് കടത്തപ്പെട്ട് മക്കയിലെത്തിയ ഫസൽ തങ്ങൾ ഈ കാലയളവിലാണ് തുർക്കി സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ വിശ്വസ്തരിൽ ഒരാളായത്. പിന്നീട് തുർക്കിയിലെത്തിയ അദ്ദേഹം സുൽത്താന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. 1864-ൽ ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കായി ഹിജാസ് റെയിൽ എന്ന ആശയം മുന്നോട്ട് വെച്ചത് തുർക്കിക്കാർ ഫസൽ പാഷ എന്ന് വിളിച്ചിരുന്ന ഫസൽ തങ്ങളാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. നിർമ്മാണ സംരംഭത്തിന് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം മലബാറിൽ നിന്നടക്കം ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നതായും ചരിത്രമുണ്ട്. ഹിജാസ് റെയിൽവേയുടെ പ്രതാപകാലത്ത് യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളും എഞ്ചിൻ റിപ്പയർ ശാലകളും കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന എഞ്ചിനുകളും കമ്പാർട്ട്മെന്റുകളുടെ അവശേഷിപ്പുകളും തകർന്ന റെയിൽ പാളങ്ങളും ഒരു കാലഘട്ടത്തിന്റെ കാഴ്ച അനുഭവമാണ് സന്ദർശകർക്ക് ഒരുക്കുന്നത്. സംസ്കൃതിയും ചരിത്രങ്ങളുടെ കലവറയും സമന്വയിപ്പിച്ച് സൗദി ടൂറിസം പുരാവസ്തു വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ഹിജാസ് റെയിൽവേ മ്യൂസിയം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെ സമീപത്തായി 1908-ൽ ഒട്ടോമൻ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ പണി കഴിപ്പിച്ച അൻബരിയ മസ്ജിദും അതിന്റെ ചരിത്ര പ്രാധാന്യത്തോടെ സൗദി ഭരണകൂടം സംരക്ഷിച്ചു വരുന്നു. റെയിൽവേ സ്റ്റേഷൻ വളപ്പിൽ തന്നെ ബദർ യുദ്ധത്തിന് പോകും വഴി മുഹമ്മദ് നബിയും സംഘവും വിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അൽ സുഖിയ മസ്ജിദും കാണാം.